നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പവർ ബാങ്കുകളെ കുറിച്ച്. ഫേക്ക് പവർ ബാങ്ക്സ് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു ആ വീഡിയോയിലെ കണ്ടന്റ്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു. അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും എന്റെ ചാനലിൽ പോയി ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും നിങ്ങൾ ഒരു പവർ ബാങ്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡുകളെ കുറിച്ചാണ്. മെമ്മറി കാർഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ്സ് നമ്മൾ പല സ്ഥലത്ത് നിന്ന് വാങ്ങാറുണ്ട്. ഓൺലൈനിൽ നിന്ന് വാങ്ങാറുണ്ട്, ഓഫ്ലൈനിൽ നിന്ന് വാങ്ങാറുണ്ട്, പല ചീപ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാറുണ്ട്. അപ്പൊ ഈ ചീപ്പ് മാർക്കറ്റിൽ കിട്ടുന്ന ഫേക്ക് മെമ്മറി കാർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെ അതിൽ പെടാതിരിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെല്ലൈക്കൺ. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈസിന്റെ സാംസങ്ങിന്റെ 32 GB ഒരു മെമ്മറി കാർഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 400 രൂപയാണെന്ന് വെക്കുക. ഓൺലൈനിൽ, ഓഫ്ലൈനിൽ 450 ആണെന്ന് വെക്കുക. പക്ഷെ നമ്മൾ ചീപ്പ് മാർക്കറ്റുകളിൽ പലപ്പോഴും 50ഉം 100 രൂപയ്ക്ക് 32 GB 64 GB മെമ്മറി കാർഡുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അത് വാങ്ങാറുണ്ട്. അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. 100% ഫേക്ക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ റേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡ് ഇത്രയും ലോ പ്രൈസിൽ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഫേക്ക് ആണെന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 ടിപ്പ് പ്രൊവൈഡ് ചെയ്യാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേക്ക് മെമ്മറി കാർഡ് വാങ്ങാതെ രക്ഷപ്പെടാം. മെമ്മറി കാർഡിന്റെ സൈസ് എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ചർച്ച ചെയ്യാം അല്ലെ. ഈ മെമ്മറി കാർഡിന്റെ സൈസ് എങ്ങനെ കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവര് എങ്ങനെയാണ് ഇത്രയും ലോ പ്രൈസിൽ വിൽക്കുന്നത് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. അവർ ജസ്റ്റ് 2 GB ഒരു മെമ്മറി കാർഡ് വാങ്ങുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഹൈലി എക്സ്പാൻഡ് ചെയ്തിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ട് അതിന്റെ സൈസിനെ അവർ എഡിറ്റ് ചെയ്ത് 32 GB യും 64 GB ഒക്കെ ആക്കുന്നു. വെറും ഒരു 1 or 2 GB മെമ്മറി കാർഡിനെ 64 GB ആക്കിയതിനു ശേഷം അപ്പൊ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്താൽ പോലും നമുക്ക് 64 GB എന്ന സ്പേസേ കാണത്തുള്ളൂ. അപ്പൊ നമുക്കത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടറിലോ ഫോണിലോ കണക്ട് ചെയ്തതിനു ശേഷം ആ മെമ്മറി കാർഡ് 1-2 തവണ ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്യുമ്പോൾ മെമ്മറി കാർഡിന്റെ സൈസ് കുറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 31 GB ആണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ആ മെമ്മറി കാർഡിന്റെ സൈസ് 16 ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഒരു ഫേക്ക് മെമ്മറി കാർഡ് ആണെന്ന്. നിങ്ങൾ 1-2 തവണ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒറിജിനൽ മെമ്മറി കാർഡിന്റെ സൈസിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പൊ അത് 1 GB മെമ്മറി കാർഡ് ആണെന്നുണ്ടെങ്കിൽ 2 തവണ ഫോർമാറ്റ് ചെയ്താൽ അത് 1 GB എന്ന സൈസ് ആയിരിക്കും പിന്നെ അത് കാണിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ഇതാണ് നമുക്ക് നിങ്ങളിലേക്ക് തരാവുന്ന ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും. അത് വാങ്ങിയതിനു ശേഷം ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹൈ റേറ്റഡ് ഫയൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ 16 GB മെമ്മറി കാർഡാണ് വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 14-12 GB ആയിരുന്നെങ്കിൽ ഒരു ഫയൽ ഡാറ്റ അതിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഡാറ്റ സ്റ്റോർ ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 16 GB മെമ്മറി കാർഡ് തന്നെയാണ്. അതേസമയം അത് ഇതിൽ സപ്പോർട്ട് ആവുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള മെമ്മറി ഇതിൽ ഇല്ലാന്ന് കമ്പ്യൂട്ടറോ മൊബൈലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫേക്ക് മെമ്മറി കാർഡ്. കാരണം ഒരു ചെറിയൊരു മെമ്മറി കാർഡിൽ വലിയ ഫയൽ അവരെ ഉൾക്കൊള്ളിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് ജസ്റ്റ് അവർക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്ത ആ സൈസിന്റെ ഭാഗം മാത്രമേ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചീപ്പ് മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഫേക്ക് മെമ്മറി കാർഡിൽ നിന്നും അല്ലെങ്കിൽ പെൻഡ്രൈവിൽ നിന്നും ഹാർഡ് ഡിസ്കിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മുക്തി നേടാം. നിങ്ങൾക്ക് ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങാവുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഗൈഡ് ഉപകാരപ്പെട്ടാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക, എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കണം ചെറിയ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സൗജന്യമാണ്. അതിലൂടെ തന്നെ ഞാൻ ഏറ്റവും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ അടുത്ത വളരെ വേഗം തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.